ഏറ്റവും പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ഇപ്പോൾ ഈവൻ നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ NMS എക്സാമിന് അങ്ങനെയുള്ള ഒരുപാട് കുറേ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ നമ്മൾ ഇനി എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും തോറും നമ്മൾ എന്ത് ചെയ്യും, ലൈഫിൽ ഫേസ് ചെയ്യേണ്ട ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ബയോളജിയിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സയൻറ്റിഫിക് നെയിമിംഗ് ഓഫ് ഓർഗാനിസം. അതായത് ഓരോ ജീവികളുടെയും ശാസ്ത്രീയ നാമം, സയൻറ്റിഫിക് നെയിമുകൾ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. കുറേ ജീവികളുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കുറച്ച് ജീവികളുടെ പേരുകൾ എന്ത് ചെയ്യുന്നു, തൽക്കാലം പഠിച്ചു വെക്കുന്നു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, പതിയെ പഠിക്കാം. ഒന്നാമത്തെ ജീവി എലഫന്റ്, ആന. ആനയാണെന്ത്, നമ്മളെ കരയിലെ ഏറ്റവും വലിയ ജീവി, മാക്സിമം സൈസ് ഉള്ള ജീവിയാണ് ഇത്, ആന. സോ ആനയുടെ സയന്റിഫിക് നെയിം എലിഫസ് മാക്സിമസ്. അങ്ങനെ കണക്ട് ചെയ്യുക, എലിഫസ് മാക്സിമസ്. എലിഫന്റ് മാക്സിമം സൈസ് ഉള്ള ജീവിയാണ്, സോ എലിഫസ് മാക്സിമസ്. ഓക്കെ, രണ്ടാമത്തേത് ഫ്രോഗ്. ഫ്രോഗിന്റെ സയന്റിഫിക് നെയിം ഓർത്ത് വെക്കുക. ഞാൻ പഠിച്ചു വെച്ചൊരു കോഡ് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇതാ ആ ഫ്രണ്ടിന്റെ ഫോട്ടോ ആണ് കേട്ടോ. ഓക്കെ, ഇവളുടെ പേര് റന എന്നാണ്, ഇവളുടെ പേര് റന. ഓക്കെ, അപ്പൊ ഞാൻ അവളെ തവള എന്നാണ് വിളിക്കുക, തവള. ഓക്കെ, അപ്പൊ അതിന്റെ സയന്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചാൽ റന ഹെക്സാഡക്റ്റൈല. ആക്ച്വലി ഇത് റാന ഹെക്സാഡക്റ്റൈല എന്നാണ് വായിക്കുക, പക്ഷെ ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് റന ഹെക്സാഡക്റ്റൈല എന്ന് ഓർത്ത് വെക്കും. അപ്പോൾ തവള, റന ഹെക്സാഡക്റ്റൈല അല്ലെങ്കിൽ റാന ഹെക്സാഡക്റ്റൈല. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഹ്യൂമന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഹോമോ സാപ്പിയൻസ്. ഹ്യൂമണിൽ H ഉണ്ട്, ഹോമോ സാപ്പിയൻസിലും H ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്യാം. അടുത്തത് ലയൺ ആണ്, സിംഹം. ഫുട്ബോളിലെ സിംഹമാരാണ്, മെസ്സിയാണ്, ലിയണൽ ആന്ദ്രെ മെസ്സി. അപ്പൊ പാന്തേറ ലിയോ. അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ ഡോഗ് മീൻസ് നായ. ഡോഗിന്റെ സയന്റിഫിക് നെയിം കാനിസ് ഫെമിലിയാരിസ് ആണ്. ഫെമിലിയാരിസ് എന്നൊക്കെ പറയുമ്പോൾ ഫാമിലി എന്നുള്ളൊരു കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ. ഈ ഫാമിലി മെമ്പറിനെ പോലെ കണക്കാക്കാൻ പറ്റിയൊരു ജീവിയാണ് ഇത് ഡോഗ്. കാരണം ഇപ്പോൾ കുറേ ആളുകൾ തങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യും, ഡോഗിനൊക്കെ വളർത്തും. എന്നിട്ട് അവരൊരു ഫാമിലി മെമ്പറിനെ പോലെ ആ ഡോഗിനെ ഇങ്ങനെ കൊണ്ട് നടക്കും. അവർ കടന്നുറങ്ങുമ്പോഴും എന്ത് ചെയ്യും, നമ്മളെ ഡോഗിനെ കടത്തും. പിന്നെ അതേപോലെ തന്നെ ഡോഗിന് അവർ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ഡോഗും ഫുഡ് കഴിക്കുന്നുണ്ടാവും. അവർ ട്രിപ്പ് പോകുമ്പോൾ ഡോഗിനെയും കൊണ്ടുപോകും. അങ്ങനെ ഫാമിലി മെമ്പറെ പോലെ ഡോഗിനെ കാണുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് ഡോഗിന്റെ സയന്റിഫിക് നെയിം കാനിസ് ഫാമിലിയാരിസ് അല്ലെങ്കിൽ ഫെമിലിയാരിസ്. അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ ടൈഗറിന്റെ സയന്റിഫിക് നെയിം വളരെ സിമ്പിൾ ആണ്, പാന്തേറ ടൈഗ്രീസ്. പേരിൽ തന്നെ ഉണ്ട്, ടൈഗ്രീസ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ കാറ്റ് ആണ്, പൂച്ചനെ നമ്മളെല്ലാവരും വീട്ടിൽ വളർത്താറുണ്ടല്ലോ, പൊതുവെ എല്ലാവരും വീട്ടിൽ വളർത്താറുണ്ട്. അപ്പോൾ അത് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, അതിനെ കണക്ക് കൂട്ടാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സയന്റിഫിക് നെയിം ഫെലിസ് ഡൊമസ്റ്റിക്കസ്. സിമ്പിളാണ്, അങ്ങനെ ആ രീതിയിൽ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ പാഡി മീൻസ് റൈസ് ആണ്, അരിയാണ്. അപ്പോൾ റൈസ് എന്താവണം, സെറ്റ് ആവണം, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉഷാറായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. സോ റൈസ് സെറ്റ് ആവണം, അതുകൊണ്ട് ഒറൈസ സെറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വൺ പപ്പായന് സിമ്പിൾ ആണ്, പേരിൽ തന്നെ ഉണ്ട്, കാരിക്ക പപ്പായ. അങ്ങനെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ മാംഗോന്റെ സയന്റിഫിക് നെയിം മാഞ്ചിഫറ ഇൻഡിക്ക. പേരിൽ തന്നെ ഉണ്ടല്ലോ, മാഞ്ചി. ഒരു കണക്ഷൻ ഉണ്ടല്ലോ, മാഞ്ചിഫറ ഇൻഡിക്ക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതെല്ലാം കൃത്യമായിട്ട് ഒരു കണക്ഷൻ വെച്ചിട്ട് മനസ്സിലായില്ലേ. ഇതുപോലുള്ള കുറേ വീഡിയോസും കാര്യങ്ങളും ലൈവ് സെഷൻസൊക്കെ നമ്മളെ ആപ്പിലുണ്ട്, നമ്മൾ ഫാൽക്കൺ ബാച്ചിൻ്റെ ആപ്പിലുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫാൽക്കൺ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം ഫാൽക്കൺ ബാച്ചിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ഓരോ കോമ്പറ്റീറ്റീവ് എക്സാമുകളും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ സിമ്പിളായിട്ട് വളരെ രസകരമായിട്ട് കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പഠിപ്പിക്കുന്നുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, ഉഷാറായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെ ഒരു ബുദ്ധി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ജീവിയുടെ പേര് അല്ലെങ്കിൽ ഒരു സസ്യത്തിൻ്റെ പേര് നമ്മൾ കൊടുക്കാം. അതിൻ്റെ സയന്റിഫിക് നെയിം നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് എഴുതണം. അതായത് പശു. നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എന്നാലും ചില ആളുകളുടെയും വീട്ടിലെങ്കിലും പശു ഉണ്ടാവും. ആ പശുവിൻ്റെ സയന്റിഫിക് നെയിം എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ സി യു സൂൺ. നിങ്ങളുടെ സ്വന്തം മറക്കൽ. ഗുഡ് ബൈ.